എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഭൗമികവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ചെറിയ ചിന്തയുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ വലിയവനായ ദൈവം നൽകിയ ആയുസ്സിനും ആരോഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ചിന്ത കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്, ഞാൻ ഈ പ്രാവശ്യം UAE നിന്ന് കേരളത്തിലേക്ക് മടങ്ങുന്ന സമയത്ത് ടിക്കറ്റ് ചാർജൊക്കെ അല്പം കുറച്ച് കിട്ടാൻ വേണ്ടി ഞങ്ങൾ മുംബൈ വഴിയാണ് യാത്ര ചെയ്തത്. അപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളത്. ഞങ്ങൾ കയറിയപ്പോൾ മുതൽ ഞങ്ങളുടെ പിന്നിലുള്ള സീറ്റിലിരുന്ന ചില ബാച്ചിലേഴ്സായിട്ടുള്ള മധ്യവയസ്കരും യുവാക്കളായിട്ടുള്ള 2-3 പേരായിരുന്നു. അവരിങ്ങനെ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ തന്നെ നമ്മൾ ഫ്ലൈറ്റ് പോകുന്നതിന് മുമ്പ് മുതലേ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പല അതിൻ്റെ സാധ്യതകളും ആക്സിഡൻറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ ഒരു ഇറാൻ യുദ്ധമൊക്കെ ഉണ്ടായിരുന്ന ആ അനിശ്ചിതത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ടെൻഷനും എല്ലാവർക്കും ഉണ്ട്. ഫ്ലൈറ്റ് ഇങ്ങനെ ഓരോ സമയത്തും ഞാൻ 1-2 പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചു, ഫ്ലൈറ്റിൻ്റെ ഓഫീസേഴ്സിനോട് ചോദിച്ചു, നമുക്ക് പോകാൻ ക്ലിയറൻസ് ആയോ? അവർ പറഞ്ഞു ക്ലിയറൻസ് ഒന്നും ആയില്ല, നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഇരിക്കുക, നമുക്ക് ക്ലിയറൻസ് ആകുമ്പോൾ പോകാം. അങ്ങനെയുള്ള ഒരു ടെൻഷനോട് ഉണ്ട് നമ്മൾക്ക്. അന്ന് ഓരോ ഫ്ലൈറ്റിനും കേസ് ടു കേസ് ക്ലിയറൻസ് കൊടുത്തിട്ടാണ് ഇന്ത്യയിലേക്കുള്ള യാത്ര ആ സമയത്ത് യുദ്ധത്തിൻ്റെ സമയത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ആ ടെൻഷനും ഉണ്ട്. ആ സമയത്ത് കയറി ഇരുന്നപ്പം മുതൽ ഇവർ ഈ ഫ്ലൈറ്റ് ആക്സിഡൻ്റ് കഥകളാണ് പിന്നിലിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അഹമ്മദാബാദ് ആക്സിഡൻ്റ് എന്ന് പറയുന്നത് ടേക്ക് ഓഫിൻ്റെ സമയത്തായിരുന്നു ആക്സിഡൻറ്റ്. എന്നാൽ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ഈ സംഭവമായിട്ട് പറയാൻ എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു ആക്സിഡൻറ്റ് ദുബായ് എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു 8-10 വർഷം മുമ്പ് ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് എൻ്റെ അടുത്തറിയാവുന്ന പ്രിയ ചില സുഹൃത്തുക്കളൊക്കെ ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു, ഫാമിലിയായിട്ട് കുഞ്ഞുങ്ങളായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലാൻഡ് ചെയ്തിട്ട് ആ പൈലറ്റിന് അത് കംഫോർട്ടബിലിറ്റി തോന്നാഞ്ഞിട്ട് പെട്ടെന്ന് ഈ 400 ചില്ലുവാനം പാസഞ്ചേഴ്സ് ഉള്ള ഫ്ലൈറ്റ് അദ്ദേഹം റൺവേ തൊട്ടിട്ട് പിന്നെയും ഒന്ന് പൊക്കാനായിട്ട് ശ്രമിക്കുകയും അത് ഫെയിലിയർ ആവുകയും ചെയ്തു. കാരണം ആ ഒരു പർട്ടിക്കുലർ സ്പീഡ് കുറഞ്ഞ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് എൻജിൻ അത്രയും ശക്തി എടുത്ത് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം കഴിയാഞ്ഞതായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ റൺവേ നോക്കെ തെന്നി മാറി ഫ്ലൈറ്റ് വല്ലാത്ത രീതിയിൽ പോയി നിൽക്കുകയും എമർജൻസി ഡോറിലൂടെ പെട്ടെന്ന് എല്ലാവരെയും പുറത്തിറക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. എൻ്റെ അന്നത്തെ വാർത്ത ഓർമ്മയുള്ളത്, അവരൊരു 70 സെക്കൻഡിനകത്ത് എല്ലാ യാത്രക്കാരെയും 400 ചില്ലുവാനം യാത്രക്കാരെ അവർ പുറത്താക്കി. അന്ന് ചുട്ടുപൊള്ളുന്ന ഓഗസ്റ്റിലാണ്. ഷൂ പോലും ഇല്ലാതെ എയർപോർട്ടിൽ കൂടെ റൺവേ കൂടെ ഓടിയ ആൾക്കാരുടെ കാല് പോലും പൊള്ളി. അത്രയ്ക്ക് ചൂടുള്ള സമയമാണ്. 50-52 ഡിഗ്രി ചൂടൊക്കെ ഉള്ള സമയത്താണ്. അതുപോലെ കോൺക്രീറ്റും ഇതെല്ലാം പഴുത്ത് കിടക്കുന്ന സമയത്താണ് ആൾക്കാർ ഈ കോൺക്രീറ്റിലോട്ട് ഇറങ്ങി ഓടിയത്. അങ്ങനെ ഒത്തിരിയും പേർക്ക് നടുവിന് ഇഞ്ചറി അങ്ങനെയൊക്കെ ചാടിയതും കൊണ്ട് ഓടിയതും കൊണ്ടൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ വന്ന ഒത്തിരി പേര്, എൻ്റെ സുഹൃത്തുക്കൾക്കും അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടായി. അപ്പോൾ എന്നിട്ട് ഇവർ ഈ ഒരു 90 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എഞ്ചിന് ഫയറായി. അപ്പോഴത്തേക്ക് എല്ലാവരും വെളിയിലായി കഴിഞ്ഞു. അവർ ഓടി ഫ്ലൈറ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ദൂരത്തെത്തി, ആൾക്കാരെല്ലാം സേഫായി. അപ്പോഴത്തേക്ക് ഫയർ ഫൈറ്റേഴ്സ് വന്ന് അതെല്ലാം അത് ക്രമീകരിക്കുകയും തീ പിടിച്ചതൊക്കെ കെടുത്തുവാനൊക്കെ അവർ ശ്രമിച്ചു ചെയ്തു. അങ്ങനെ വലിയൊരു ദുരന്തം ഒഴിവായി. ഞാൻ പറഞ്ഞത്, നമുക്കറിയാം ഈ ടേക്ക് ഓഫ് സമയത്തും ലാൻഡിങ് സമയത്തും അനവധിയായിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലൈറ്റിൽ നടന്നിട്ടുണ്ട്. ഇത് പലപ്പോഴും അഹമ്മദാബാദിലെ ആക്സിഡൻറ്റ് നടന്ന സമയത്ത് നമ്മൾ കേട്ടു ഫ്ലൈറ്റിൻ്റെ തകരാറ് മൂലമായിരിക്കും, എൻജിൻ ഫെയിലിയർ ആയിരിക്കും. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ മാനുഫാക്ചർ ആൾക്കാരെയൊക്കെ എല്ലാവരും മീഡിയയിലൊക്കെ ഒരുപാട് അവരെ കുറ്റം പറയുകയും ഫ്ലൈറ്റിൻ്റെ ക്രെഡിബിലിറ്റിയെ പറ്റിയൊക്കെ പറയുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ ഈ എൻജിൻ സൈഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട്, ഞാനൊരു ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഞങ്ങൾ പവർ പ്ലാന്റിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് എൻജിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പ്രിയ അടുപ്പമുള്ളവരോടൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഈ എൻജിൻ ഫെയിലിയർ കൊണ്ട് ഈ ഫ്ലൈറ്റ് ആക്സിഡൻറ്റ്
ഉണ്ടാവത്തില്ല, മാനുഫാക്ചറിങ് ഡിഫക്റ്റും കൊണ്ട് വരത്തില്ല. കാരണം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫ്ലൈറ്റ്, പൊങ്ങിയ ഒരു ഫ്ലൈറ്റിൻ്റെ 2 എഞ്ചിനും കൂടെ ഒരിക്കലും കൊളാപ്സ് ആവാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ കാരണം ഈ വണ്ടിയെ പറ്റിയൊക്കെ അറിയാവുന്ന ആൾക്കാർക്കറിയാം. ഓക്കെ, ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാർ തന്നെയാണെങ്കിലും അതിന് പെട്രോൾ നിന്ന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ അതിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. നമുക്കറിയാം, ഒരു എൻജിൻ മെക്കാനിക്കലി വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഇഗ്നീഷനും പെട്രോളും മാത്രം മതി. ഈ 2 സംഭവം ഉണ്ടെങ്കിൽ പിന്നെ തുടങ്ങി വെച്ചത് ഓടിക്കൊണ്ടേയിരിക്കും, പിന്നെ നിർത്തിയാലേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ രീതിയിൽ മെക്കാനിക്കൽ ഒരു സിസ്റ്റം 2 എഞ്ചിനും കൂടെ ഫെയിലിയർ ആവാൻ സാധ്യതയില്ല. അപ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് കണ്ടു, എൻജിൻ്റെ പ്രോബ്ലം കൊണ്ടല്ല, ഫ്യൂവൽ സ്വിച്ച് തെറ്റി ഓഫായതാവാം. 2 എഞ്ചിൻ്റെയും കൂടെ ഫ്യൂവൽ സ്വിച്ച് ഓഫായി കിടക്കുന്നത് ശ്രദ്ധിച്ചു, വല്ല ബ്ലാക്ക് ബോക്സിൽ നിന്ന് അങ്ങനെയൊക്കെ റിപ്പോർട്ടുകൾ കിട്ടി എന്നൊക്കെ നമ്മൾ വാർത്തകൾ കണ്ടു. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഞങ്ങൾ ഈ പ്രാവശ്യം യാത്ര ചെയ്തപ്പോഴും ഞങ്ങൾ അങ്ങനെ മുംബൈ നഗരത്തിലെ അമ്പരചുംബികളായ കെട്ടിടങ്ങളൊക്കെ കണ്ട് ആ രാത്രിയിൽ പ്രഭാത സമയം ഇങ്ങനെ വെള്ളം കയറി വരുന്ന ആ സമയത്ത് വന്ന് ഞങ്ങൾ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് റൺവേയിൽ എത്തി മുട്ടിയില്ലാന്ന അവസ്ഥയായി. പക്ഷെ അന്ന് കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു. മഴ ചാറുന്നുണ്ട്, മഴ മാത്രമല്ല കാറ്റും കാറ്റടിക്കുന്നുണ്ടോ നമുക്കറിയാം. ഫ്ലൈറ്റ് ഇങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ ഒരിക്കലും 10-28 വർഷമായിട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ യാത്ര ചെയ്യുന്നെങ്കിലും ഒരിക്കലും ലാൻഡിങ് സമയത്തോ ടേക്ക് ഓഫ് സമയത്തോ ഇത്രയും കാറ്റിൻ്റെ പ്രതികൂലമുള്ള ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ ഒരു സ്റ്റേബിൾ അല്ലാത്ത രീതിയിൽ ഫ്ലൈറ്റ് ഇങ്ങനെ അനങ്ങുന്നത്, അല്ല നിയന്ത്രണം വിട്ടു പോകുന്ന രീതിയിൽ എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് ഇതൊക്കെ ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, 10-28 വർഷമായിട്ട് ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെയുള്ള എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദുബൈ വെച്ചുണ്ടായിരുന്ന ആക്സിഡൻറ്റും ഇങ്ങനെയൊക്കെയുള്ള പല ആക്സിഡൻറ്റും നമ്മുടെ ജീവിതത്തിൽ ഫ്ലൈറ്റിലുള്ള ഇങ്ങനത്തെ റിസ്കി സിറ്റുവേഷൻസ് ഒക്കെ വരുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലേ നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. ചിലപ്പോൾ അതങ്ങ് ഹൈ റിസ്ക് ആയിപ്പോയി പിന്നെ ആ അനുഭവത്തോട് നമ്മൾ അവസാനിച്ചു പോകുന്നതായിട്ടും സാധ്യതയുണ്ട്. കാരണം ഞാനിത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, പലപ്പോഴും ഈ ജാക്കറ്റൊക്കെ ഇടുന്ന കാര്യം എയർ ഹോസ്റ്റസ് പറയുന്നുണ്ട്. ഞാൻ ആ സീറ്റിൻ്റെ അടിയിലൊക്കെ തപ്പി നോക്കും, ഈ ജാക്കറ്റ് ഉണ്ടോ അവിടെ തന്നെ. കാരണം നമ്മുടെ പല ലോക്കൽ ഫ്ലൈറ്റുകളും ഒക്കെ അത്ര ലക്ഷറിയസ് ഫ്ലൈറ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇവരുടെ സേഫ്റ്റി ചെക്കിങ്ങും അല്ല ഇങ്ങനെയൊക്കെയുള്ള ചെക്കിങ്ങും ഒക്കെ വളരെ സ്പീഡിലാണ്. കാരണം ഇങ്ങനെ ബസ് പോകുന്നതിൻ്റെ കൂടെ ഒരു എയർപോർട്ടിൽ നിന്ന് അടുത്ത എയർപോർട്ടിൽ പോകും, അവിടുന്ന് അടുത്ത എയർപോർട്ടിൽ പോകും, ഇങ്ങനെ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ ഷട്ടിൽ സർവീസ് പോലെ. അതുകൊണ്ട് ഈ വെരിഫിക്കേഷൻസ് ചെക്ക് ലിസ്റ്റൊക്കെ ചിലപ്പം പരാജയപ്പെട്ടു പോകുന്നതായിട്ടൊക്കെ നമുക്കറിയാം. നമുക്ക് അങ്ങനെ അനവധിയായിട്ടുള്ള കംപ്ലൈൻറ്റുകളൊക്കെ അറിയാം. അതുകൊണ്ട് ഈ ഓക്സിജൻ മാസ്ക് വരുന്നതും അല്ലെ സേഫ്റ്റി ജാക്കറ്റ് ഇടാനും അല്ലെ എമർജൻസി ഗേറ്റിൽ കൂടെ രക്ഷപ്പെടുന്നതും ഒക്കെ ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ വരുന്ന ചില അനുഭവങ്ങളായിരിക്കും. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾക്ക് ഈ മുംബൈ എയർപോർട്ടിലെ ലാൻഡിങ് അനുഭവപ്പെട്ടത്. അപ്പം ഞങ്ങളിങ്ങനെ അപ്പുറത്തിരുന്ന പാസഞ്ചർക്ക് ഞങ്ങളിങ്ങനെ ഫേസ് ടു ഫേസ് നോക്കുന്നുണ്ട്. എല്ലാവരും മൗനമായിട്ടിരിക്കുകയാണ്. ഒരുപാട് പേര് നമ്മൾ എയർപോർട്ടിൽ എത്തിയല്ലോ എന്നുള്ള സമാധാനത്തിലിരിക്കുക ആവാം. എനിക്ക് തോന്നുന്ന ഒരു 10 മീറ്ററൂടെ ഉള്ളൂ നമ്മൾ റൺവേയിൽ തൊടാൻ വേണ്ടി. അത്രയ്ക്ക് താന്നു. നമ്മൾ വിചാരിച്ചു നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് തൊട്ടു, നമുക്ക് ആ ജെർക്കിങ് കൂടെ ഫീൽ ചെയ്യാനുള്ളൂ. നമ്മളവിടെ വീൽ വന്ന് ടച്ച് ചെയ്യുമ്പോഴുള്ള ജെർക്കിങ് ഉണ്ടല്ലോ, അപ്പോഴാണ് നമുക്ക് ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ലാത്തതിൻ്റെ കൂട്ട് പൈലറ്റ് ഫുൾ തേഴ്സ്റ്റ് കൊടുത്ത് എൻജിൻ അങ്ങോട്ട് ഫുൾ പവറിൽ കൊടുത്തിട്ട് ഫ്ലൈറ്റിനെ മുമ്പോട്ട് എടുക്കുക ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ ഫ്ലൈറ്റ് നിൽക്കാതെ, ഞാനന്ന് ദുബൈയിൽ അന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സാ ദുബൈ എയർപോർട്ടിലോട്ടാണ് പോയത്. നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ തൊട്ടു അപ്പോഴത്തേക്ക് രണ്ടാമത് എൻജിനെ മുമ്പോട്ട്, എനിക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ശബ്ദത്തോടെ ഫുൾ പവറിൽ നമ്മളത്രയും ലാൻഡിങ്ങിൽ വരുമ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് വന്ന ആ ഫ്ലൈറ്റ് നമ്മൾ ആ ടേക്ക് ഓഫിൻ്റെ അതിനേക്കാൾ അപ്പുറമായിട്ടൊരു ശബ്ദത്തോടെ അലറി വിളിച്ചുകൊണ്ട് ഫുൾ പവറിൽ ഈ ഫ്ലൈറ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പൈലറ്റ് ശ്രമിക്കുകയും അത് കുറേ ദൂരം അങ്ങനെ ആ ചെറിയൊരു സ്ലോപ്പിൽ തന്നെ ഫ്ലൈ ചെയ്തിട്ട് പിന്നെ കിളന്ന് ഞങ്ങൾ പിന്നെയും ഒരു 10-25,000 അടി ഉയരത്തിലേക്ക് ഞങ്ങൾ ഉയർന്നു. പാസഞ്ചേഴ്സ് എല്ലാം 100-300 പാസഞ്ചേഴ്സ് ഉണ്ട്. എല്ലാവരും
സ്തബ്ധരായിട്ട് എന്ത് പറയണമെന്നറിയാം. ആർക്കും ഒന്ന് സൗണ്ട് വെക്കാൻ പോലും ഉള്ള അവസരം ആർക്കും ലഭിച്ചില്ല. ആ ഒരു സ്തബ്ധരായിട്ടിരുന്ന മനുഷ്യരുടെ ആ അവസ്ഥ, അപ്പോൾ ഒന്ന് കംഫോർട്ടബിളായി ഫ്ലൈറ്റ് അങ്ങ് ഹൈ ലെവലിൽ ചെന്നിട്ടാണ് ഞാനും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന ആൾക്കാരോട് പോലും ഞങ്ങളത് സംസാരിച്ചത്. പിന്നെ ഒരു മണിക്കൂറോളം സ്കൈയിൽ പറന്നിട്ടാണ് പിന്നെ തിരിച്ചു വന്നിട്ട് ഈ എയർപോർട്ടിൽ തന്നെ സേഫായിട്ട് ലാൻഡ് ചെയ്ത് ഇറങ്ങിയ സമയത്ത് ഞാൻ ക്യാബിൻ ക്രൂവിൻ്റെ അടുത്ത്, പൈലറ്റിൻ്റെ ക്യാബിൻ്റെ അടുത്തൂടാണ് ഞങ്ങൾ വെളിപ്പോൾ ഞാൻ പറഞ്ഞു, സേഫായിട്ട് ഞങ്ങളെ കൊണ്ട് ഇറക്കിയതിന് പൈലറ്റിന് നന്ദി പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോഴാ ആ ക്യാബിൻ ക്രൂവിൻ്റെ മുഖവും അവരും ഇങ്ങനെ ഒന്നും നടക്കാത്തതുപോലെ ഇവരിങ്ങനെ ഫേസ് വെച്ചുകൊണ്ടിരിക്കുക ഈ ക്യാബിൻ ക്രൂ എല്ലാം. അപ്പോഴാണ് അവരും ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്ന അപ്പോഴത്തേക്ക് അവർ ഞാൻ പറഞ്ഞതിനെ വളരെ നന്ദിയോടെ അത് സ്വീകരിക്കുകയും അവർ ചിരിക്കുകയും, അപ്പോൾ ഇങ്ങനെ അത് മനസ്സിലായി അവരോട് ആ രീതി റെസ്പോണ്ട് ചെയ്തപ്പോൾ അവർക്കും വലിയ സന്തോഷമായി. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, നമ്മൾ ഈ ഏത് നിമിഷവും അവസാനിച്ച് പോകാവുന്ന ഒരു ജീവിത സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഫ്ലൈറ്റ് ഒഴിവാക്കാൻ പറ്റത്തില്ല, ഓട്ടോറിക്ഷ ഒഴിവാക്കാൻ പറ്റത്തില്ല, ബസ് ഒഴിവാക്കാൻ പറ്റത്തില്ല, കാർ യാത്ര ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിരിക്കുമ്പോൾ പക്ഷേ ഇങ്ങനെയുള്ള റിസ്കി ആയിട്ടുള്ള അനവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഞങ്ങൾ ആ സമയം എല്ലാവരും മരണത്തെ മുമ്പിൽ കണ്ടതുപോലെയുള്ള ഒരു സാഹചര്യമായിരുന്നു. ഫ്ലൈറ്റ് ഇങ്ങനെ ആടി ഉലഞ്ഞ് വന്നിട്ട് പെട്ടെന്ന് ആ ടേക്ക് ഓഫും എല്ലാവരും നിശബ്ദരായി പോയി, ഫ്ലൈറ്റിലുള്ള ആൾക്കാരെല്ലാം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറഞ്ഞ ഒരു വാക്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. 12-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 19-ാം വാക്യം. പിന്നെ അവൻ പറഞ്ഞത്, ഇത് ഞാൻ എന്തു ചെയ്യും? എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയ പണിത് എൻ്റെ വിളയും വസ്തുവും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവ സ്വരൂപിച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞു. ദൈവമോ അവനോട്, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കളപ്പുരകൾ കൂട്ടി വെക്കുവാൻ തക്കവണ്ണം, അല്ലെ കളപ്പുരകൾ പൊളിച്ചു പണിഞ്ഞ് സമൃദ്ധിയായിട്ട് വീണ്ടും നമ്മൾ പണം സമ്പാദിച്ച്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ പ്രശസ്തിയും പദവിയും സമ്പത്തുമൊക്കെ വർദ്ധിപ്പിച്ച് അങ്ങ് നമ്മൾ മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മുടെ ഒരു ചിന്ത. അതിലാണ് നമ്മുടെ ഓട്ടം മുഴുവൻ, ശ്രദ്ധ മുഴുവൻ നമ്മൾ അതിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഒക്കെ, ഈ 3 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് അങ്ങ് ഓടുകയാണ്. പക്ഷേ നമ്മുടെ മുമ്പിൽ നമ്മൾ മറന്നു പോകുന്ന ഇങ്ങനൊരു സംഭവമുണ്ട്. ഏത് നിമിഷവും നമ്മളോട് ഈ ഒരു ചോദ്യം നമ്മൾക്ക് വരാൻ സാധ്യതയുണ്ട്. മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്തയോടെ ഏത് സമയവും നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസവും ഞാനൊരു വീഡിയോ കണ്ടത്, നമ്മുടെ ജീവിതത്തിൽ അനിശ്ചിതമായിട്ട് ഉറപ്പില്ലാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ മരണം എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അപ്പം അതിൽ നിന്നൊരു എക്സ്ക്യൂസ് ഇല്ല, അതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ ആ വിഷയത്തിലും നമ്മുടെ നിത്യത എവിടെ ചെലവഴിക്കും എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ സൃഷ്ടികർത്താവിനെ ഓർത്ത് എൻ്റെ സൃഷ്ടികർത്താവിലേക്ക് എൻ്റെ പ്രാണനെ, എൻ്റെ ആത്മാവിനെ തിരിച്ചേൽപ്പിക്കുവാൻ തക്കവണ്ണം, നിത്യതയിൽ നമ്മുടെ സൃഷ്ടികർത്താവോടായിരിക്കാൻ തക്കവണ്ണം നമ്മൾ ഈ ജീവിതത്തിൽ ഒരുങ്ങി യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നിത്യതയ്ക്ക് അവകാശികളായി തീരണം എന്നാണ് എനിക്ക് ഈ ചിന്തയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. എബ്രായലേഖനം 3:15 ഇങ്ങനൊരു വാക്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ മെസ്സേജിനോട് നിങ്ങൾ മറുതലിക്കരുത്, നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. എൻ്റെ കർത്താവേ, എൻ്റെ സൃഷ്ടികർത്താവായ ദൈവമേ, ഞാൻ അവിടുത്തെങ്കിലേക്ക് ചേരുവാൻ, അവിടുത്തെ അംഗീകരിക്കുന്നു. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അവിടുന്ന് നൽകിയ രക്ഷയെ ഞാൻ അംഗീകരിക്കുന്നു. നിത്യജീവനെ അവകാശം
സന്തോഷമാക്കുവാൻ ഞാൻ യേശു കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് പറയുവാൻ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കാതെ ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും. ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഏത് സമയവും നമ്മുടെ മുമ്പിൽ കടന്നു വരാവുന്ന ഈ അതിഥി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് സന്തോഷമായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനും നിത്യതയിലേക്ക് ചേരുവാനും നമുക്ക് കഴിയും. ഈ എളിയ ചിന്തകളാൽ വലിയവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ ചിന്തകൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അഭ്യർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. വലിയവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പേര് നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ.